നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഫിർ പ്രയോഗം പ്രതികരിച്ച് EP ജയരാജൻ. ലതിക പോസ്റ്റ് ഷെയർ ചെയ്തതിൽ തെറ്റില്ല. KK ശൈലജയുടെ വാദം അവരോട് തന്നെ ചോദിക്കണമെന്നും EP. വഴിയോര കച്ചവടക്കാരെ ജീവിക്കാൻ അനുവദിക്കണം. കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച്. കേരള പ്രദേശ് വഴിയോര വ്യാപാരി തൊഴിലാളി കോൺഗ്രസ് INTUC-യുടെ നേതൃത്വത്തിൽ. കാഞ്ഞിരോട് കുടിക്കുമൊട്ടയിൽ തീപിടിച്ചത് RCM വണ്ടർ വേൾഡിൽ. തീ പടർന്നത് കത്തിച്ചുവെച്ച ചന്ദനത്തിരിയിൽ നിന്നെന്ന് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. വാർത്തകൾ വിശദമായി. കാഫിർ പോസ്റ്റ് വിവാദത്തിൽ KK ലതികയെ പിന്തുണച്ച് EP ജയരാജൻ. കാഫിർ പോസ്റ്റ് ലതിക ഷെയർ ചെയ്തതിൽ തെറ്റില്ലെന്നാണ് ജയരാജൻ പറഞ്ഞത്. തെറ്റായ പ്രചാരണം ലതിക ചൂണ്ടിക്കാട്ടിയാണ് പോസ്റ്റ് ഷെയർ ചെയ്തത് എന്ന് EP വ്യക്തമാക്കി. അതേസമയം KK ശൈലജ ലതികയെ തള്ളിപ്പറഞ്ഞത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം അവരോട് തന്നെ ചോദിക്കണമെന്നും EP പറഞ്ഞു. സോഷ്യൽ മീഡിയയെ എല്ലാവരും വഴിവിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഇത് ഗൗരവത്തോടെ കാണണമെന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. KK ലതിക ഇത് പലരും ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരു വാർത്ത കണ്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യില്ലേ? നിങ്ങൾക്കതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ ഷെയർ ചെയ്യുക? പിന്നെ എന്തുകൊണ്ടാണ് KK ശൈലജ തള്ളി പറഞ്ഞു കഴിഞ്ഞ ദിവസം? അതെനിക്കറിയില്ല, അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞത്. സാധാരണഗതിയിൽ ഒരു വാർത്ത വന്നാൽ ആ വാർത്ത കേൾക്കുമ്പോൾ ഒരാൾക്ക് തോന്നുന്നത് അവർ ഷെയർ ചെയ്യും. ഇത് തെറ്റാണ്, ഇങ്ങനെ പ്രചരിപ്പിക്കരുത്. അവർ പറഞ്ഞിരിക്കുന്നതും പ്രചരിപ്പിക്കരുത്, ഇത് വളരെ തരം ആപത്താണെന്ന് തന്നെയാണ് KK ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഷെയർ ചെയ്തതിൽ എന്താ തെറ്റ്? ആ ഷെയർ ചെയ്യുന്നതിൻ്റെ അവർ തെറ്റാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ എന്നാണ് KK ലതികയുടെ ഷെയർ ചെയ്തിട്ടുള്ള വാക്കുകൾ. അതുകൊണ്ട് UDF-കാർ സംശുദ്ധരൊന്നുമല്ല. അതെന്താണെന്നുള്ളത് അവരോട് ചോദിക്കണം, എനിക്കത് അറിഞ്ഞുകൂടാ. കാക്കയങ്ങാട് വിളക്കോട് കുടുംബവഴക്കിനെ തുടർന്ന് 2 പേർ വെട്ടേറ്റ് മരിച്ചു. വിളക്കോട് തൊണ്ടംകുഴി ചെറുവോടിലാണ് സംഭവം. പനച്ചിക്കടവത്ത് PK അലീമ, മകൾ സെൽമ എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത്. സെൽമയുടെ ഭർത്താവ് ഷാഹുലാണ് ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കാക്കയങ്ങാട് വിളക്കോടാണ് കുടുംബവഴക്കിനെ തുടർന്ന് 2 പേർ വെട്ടേറ്റു മരിച്ചത്. ഉമ്മയും മകളുമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ കുടുംബവഴക്കിനെ തുടർന്ന് ബന്ധുവായ യുവാവിന്റെ വെട്ടേറ്റു മരിച്ചത്. വിളക്കോട് തൊണ്ടംകുഴി ചെറുവോടിലാണ് സംഭവം. പനച്ചിക്കടവത്ത് PK അലീമ, മകൾ സെൽമ എന്നിവരാണ് വെട്ടേറ്റു മരിച്ചത്. സെൽമയുടെ ഭർത്താവ് ഷാഹുലാണ് ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിനിടെ സെൽമയുടെ മകനും വെട്ടേറ്റിട്ടുണ്ട്. ഷാഹുലിനെ മുഴക്കുന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബഹളം കേട്ടെത്തിയ അയൽവാസികൾ 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 2 സ്ത്രീകളും മരണപ്പെടുകയായിരുന്നു. കുടുംബവഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഓഗസ്റ്റ് 21-ന് ഹർത്താൽ നടത്തുമെന്ന് ആദിവാസി സ്ത്രീ പൗരാവകാശ കൂട്ടായ്മ ചെയർമാൻ M ഗീതാനന്ദൻ. SC/ST ലിസ്റ്റ് അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കെതിരെയാണ് ഹർത്താൽ നടത്തുന്നതെന്നും ഗീതാനന്ദൻ പറഞ്ഞു. പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും M ഗീതാനന്ദൻ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഒന്നിച്ച് പരിഗണിക്കുന്നത് അവസാനിപ്പിച്ച് ഈ വിഭാഗങ്ങളിലെ അതിപിന്നോക്കക്കാർക്ക് ജോലിയും വിദ്യാഭ്യാസത്തിലും ഉപസംവരണം നൽകാൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത്. ഇതിനെതിരെയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹർത്താൽ നടത്തുന്നത്. പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ BJP ഗവൺമെന്റ് കാര്യം പരിശോധിച്ചിട്ട് അവരിപ്പോൾ ക്രിമിനൽ നിങ്ങൾ നടപ്പിലാക്കിയാണ് പറഞ്ഞത്. കാരണം അവരുടെ തന്നെ ഘടകകക്ഷികൾ പ്രസ്ഥാനത്തിലൊക്കെ തന്നെ ചിരാഗ് പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ തന്നെ ശക്തമായി പ്രതീക്ഷ പറഞ്ഞുകൊണ്ട് അത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ SC/ST ലിസ്റ്റിന്റെ വിഭജനം എന്ന് പറയുന്നത് സംബന്ധിച്ച് അതർത്ഥത്തിൽ ക്രിമിനൽ കണ്ടെത്തലാണ്. ഇതിൽ തന്നെ വളർച്ച നേടിയവരും കുറഞ്ഞവരും ഉണ്ടെന്ന് കണ്ടെത്തുന്ന എന്ന് പറയുന്ന ഒരു വിഷയമായതുകൊണ്ട് അത് സംബന്ധിച്ച് നിശബ്ദത പാലിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ മുന്നണി കാര്യത്തിൽ ഇത് അങ്ങനെ വിഭജിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പൊതുനിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഞങ്ങളിതിപ്പോൾ വിശദമായി ചർച്ച ചെയ്ത് 90% SC/ST സംഘടനകൾ ഇതിനോടൊപ്പമാണ്. ഒരു ദളിതാദിവാസി സ്ത്രീ പൗരാവകാശ കൂട്ടായ്മ കലക്റ്റീവാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എങ്കിലും കേരളത്തിലെ മുഴുവൻ സംഘടനകളും ഇതോടൊപ്പമുണ്ട്. ഞാൻ അറിഞ്ഞെടുത്തോളം CPM നേതൃത്വം കൊടുക്കുന്ന പട്ടികജാതി ക്ഷേമ സമിതി ഉൾപ്പെടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിഞ്ഞത്. അതേപോലെ ദളിത് കോൺഗ്രസ് വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ എല്ലാ ജനാധിപത്യ പാർട്ടികളും KPCC ഉൾപ്പെടെ ഞങ്ങൾ ആവശ്യപ്പെടും. വെൽഫെയർ പാർട്ടി തുടങ്ങിയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും അന്ന് ഒരു ജനകീയ ഹർത്താലാക്കി
ഇത് വിജയിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ഒരു ആവശ്യമാണ്. കാരണം ഇന്ത്യയുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയായി നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം. കുഞ്ഞമ്പു കല്യാശ്ശേരി, പത്മനാഭൻ മൊറാഴ, ഷൈജു കൊറ്റാളി, MK ചന്ദ്രകമൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. 2023 സെൻസർ ചെയ്ത ചിത്രങ്ങൾക്കുള്ള അവാർഡാണ് പ്രഖ്യാപിച്ചത്. ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഉള്ളൊഴുക്കിലൂടെ ഉർവശിയും, തടവ് എന്ന ചിത്രത്തിലൂടെ ബീന ആർ ചന്ദ്രനും മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. 160 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി സമർപ്പിക്കപ്പെട്ടത്. 2 ഘട്ടങ്ങളിലായി ഇവ പരിശോധിച്ച അവസാന ഘട്ടത്തിൽ 38 ചിത്രങ്ങളാണ് ജൂറി വിലയിരുത്തി അവാർഡുകൾ പ്രഖ്യാപിച്ചത്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. മികച്ച നടി 2 ആളുകളാണ്. ഒന്ന് ഉർവശി, 2 ബീന ആർ ചന്ദ്രൻ. ചിത്രങ്ങൾ 1 ഉള്ളൊഴുക്ക്, 2 തടവ്. ഉള്ളൊഴുക്ക്, തടവ് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. തുലനം ചെയ്യാൻ പറ്റാത്ത മനുഷ്യാവസ്ഥകളുടെ 2 വശങ്ങളെ അവിസ്മരണീയമാക്കിയതിന് ഈ അവാർഡ് 2 പേർക്കായി പങ്കിടുന്നു. ഒന്ന്, മകന്റെ മരണത്തെ തുടർന്ന് പുത്രവധുവുമായി ഇണങ്ങിയും പിണങ്ങിയും ആത്മബന്ധം സ്ഥാപിക്കുന്ന കഥാപാത്രത്തിന്റെ സംഘർഷഭരിതമായ ഭാവാവിഷ്കാരത്തിന്. 2, ദാരിദ്ര്യത്തിലൂടെയും രോഗപീഡനത്തിലൂടെയും കടന്നുപോകുന്ന സ്ത്രീ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ അനായാസമായി അവതരിപ്പിച്ചത്. മികച്ച നടൻ പറയല്ലേ, പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രം ആടുജീവിതം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവനത്വരയും നിസ്സഹായതയും അതിനുശേഷമുള്ള ശരീരഭാഷയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന്. മികച്ച സംവിധായകൻ ബ്ലസ്സി. ചിത്രം ആടുജീവിതം. 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംവിധായകൻ ബ്ലസ്സി. ചിത്രം ആടുജീവിതം. പ്രവാസ ജീവിതത്തിന്റെ അറിയപ്പെടാത്ത പുറങ്ങളെ സാങ്കേതിക മികവോടെയും സൗന്ദര്യപരമായ കൃത്യതയോടെയും ആവിഷ്കരിച്ച സംവിധാന മികവിന്. പൃഥ്വിരാജാണ് മികച്ച നടൻ. ചിത്രം ആടുജീവിതം. മികച്ച നടിക്കുള്ള പുരസ്കാരം 2 പേർ പങ്കിട്ടു. ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിയും, തടവിലെ അഭിനയത്തിന് ബീന ആർ ചന്ദ്രൻ എന്നിവർക്കാണ് അവാർഡ് നൽകിയത്. മികച്ച ചിത്രം കാതലാണ്. ബ്ലസ്സിയാണ് മികച്ച സംവിധായകൻ. സെക്രട്ടേറിയറ്റിലെ PR ചേംബറിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച ഉർവശിക്ക് ഇത് കരിയറിലെ 6ാമത്തെ പുരസ്കാരമാണ്. പൃഥ്വിരാജിന് 2 തവണ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വാസ്തവം, സെല്ലുലോയിഡ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് തീരുമാനിച്ചത്. സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി, എഴുത്തുകാരൻ NS മാധവൻ എന്നിവർ ജൂറി അംഗങ്ങളാണ്. 160 ചിത്രങ്ങളാണ് ഇത്തവണ മത്സരത്തിനെത്തിയത്. ഇതിൽ 84 എണ്ണവും നവാഗത സംവിധായകരുടേതായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഫിർ പ്രയോഗം പ്രതികരിച്ച് EP ജയരാജൻ. ലതിക പോസ്റ്റ് ഷെയർ ചെയ്തതിൽ തെറ്റില്ല. KK ശൈലജയുടെ വാദം അവരോട് തന്നെ ചോദിക്കണമെന്നും EP. വഴിയോര കച്ചവടക്കാരെ ജീവിക്കാൻ അനുവദിക്കണം. കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച്. കേരള പ്രദേശ് വഴിയോര വ്യാപാരി തൊഴിലാളി കോൺഗ്രസ് INTUC-യുടെ നേതൃത്വത്തിൽ. കാഞ്ഞിരോട് കുടിക്കുമൊട്ടയിൽ തീപിടിച്ചത് RCM വണ്ടർവേൾഡിൽ. തീ പടർന്നത് കത്തിച്ചുവെച്ച ചന്ദനത്തിരിയിൽ നിന്നെന്ന് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician.
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. വഴിയോര കച്ചവടക്കാരെ ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വഴിയോര കച്ചവടക്കാർ കേരള പ്രദേശ് വഴിയോര വ്യാപാരി തൊഴിലാളി കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. മൻമോഹൻ സിംഗ് ഗവൺമെന്റ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ UPA ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു നിയമമാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട്. എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ അവരുടെ മേൽ സർവേ നടത്തി അവർക്ക് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് പ്രകാരമുള്ള കാർഡ് നൽകിക്കൊണ്ട് അവർക്ക് നിയമപരമായി ആ വഴിയോരത്ത് തൊഴിൽ ചെയ്യാനുള്ള അവകാശം പാർലമെന്റിൽ പാസ്സാക്കിയ ഈ രാജ്യത്താണ് ഇവിടെ ദിവാൻ ഭരണമല്ല നടക്കുന്നത്. കേരളത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ നാം ഓർക്കണം, ഇവിടെ ഏകാധിപത്യ ഭരണമാണ്. ഇവിടെ നാം ഒന്ന് ആലോചിക്കണം, ഒരു രാത്രിയുടെ മറവിൽ അംഗപരിമിതരായ വിധവകളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പെട്ടിക്കടകൾ തുടങ്ങിക്കൊണ്ട് ലോട്ടറി കച്ചവടം നടത്തുന്ന ആളുകൾ ഇവര് കടപൂട്ടി അവര് വീട്ടിൽ പോകുമ്പോ രാവിലെ കട തുറക്കാൻ വരുമ്പോൾ കടയില്ല, ആ കടയ്ക്കെത്തുണ്ടായിരുന്ന വസ്തുക്കളില്ല, പണമില്ല, രാത്രിയുടെ മറവിൽ ഇത് എടുത്തുകൊണ്ട് പോവുക. വഴിയോര കച്ചവട തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, മുഴുവൻ തൊഴിലാളികൾക്കും ഐഡന്റിറ്റി കാർഡ് അനുവദിക്കുക, സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് പ്രകാരം തൊഴിൽ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തിയത്. M പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. AT നിശാന്ത്, T ശങ്കരൻ, C വിജയൻ, UK ജലജ, CT ഗിരിജ, ഷമീർ പള്ളിപ്രം, വികാസ് അത്താഴക്കുന്ന് എന്നിവർ സംസാരിച്ചു. വയനാട് ദുരിതബാധിതർക്ക് ഓൾ കേരള കാറ്ററോൾഡ് അസോസിയേഷന്റെ കൈത്താങ്ങ്. AKCA കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സേവന സഹായത്തിനായി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. 15 ടീമിന്റെ യാത്ര പേരാവൂർ MLA സണ്ണി ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വയനാട് ദുരന്തം നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ച ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഈ സമീപകാലത്ത് നമ്മൾ നേരിട്ടത്. ആ ദുരന്തത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായഹസ്തങ്ങൾ ഉയരുകയാണ്. അതിൽ ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ വളരെ നല്ല നിലയിലുള്ള മാതൃകാപരമായ പ്രവർത്തനമാണ് അവിടെ ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അത് തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ ദൗത്യ സംഘം അവിടെ പോയി അവിടുത്തെ ക്യാമ്പുകളിൽ സേവനം ചെയ്യുന്നതിന്
അവർ തയ്യാറായി സന്നദ്ധമായി ഒരു സംഘം പോവുകയാണ്. അതിന് ഇരിട്ടിയിൽ നിന്ന് യാത്രയയക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ നന്മ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മാതൃകയാകട്ടെ. പ്രത്യേകമായി നാടിൻ്റെ നന്ദി ഈ സംഘടനയ്ക്ക് അറിയിച്ചുകൊണ്ട് ഈ ദൗത്യത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഓൾ കേരള കാറ്ററോൾസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയും വയനാട് ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കമ്മ്യൂണിറ്റി കിച്ചണിൽ തുടക്കം മുതൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് എല്ലാ ദിവസവും ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും പാചകം ചെയ്ത് വിതരണം ചെയ്തിരുന്നു. സംഘടനയുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ഈ പ്രവർത്തനത്തിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്തിരുന്നു. AKCA കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് ഇത്തവണ സേവന സഹായത്തിനായി വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. ഇരിട്ടിയിൽ വെച്ച് നടന്ന ചടങ്ങ് പേരാവൂർ MLA സണ്ണി ജോസഫാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. 15 അംഗ ടീമാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. AKCA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KBR ജോയി, ജില്ലാ ജനറൽ സെക്രട്ടറി വിൻസെന്റ് തോമസ്, ജില്ലാ ഭാരവാഹികളായ രഞ്ജു ചാണക്കാട്ടിൽ, ഉമ്മർ P, ബെന്നി PD, MM രമേശൻ, അബ്ദുൽ നാസർ എന്നിവരാണ് നേതൃത്വം നൽകിയത്. കർക്കിടകത്തിന്റെ ആധിയും വ്യാധിയും ഒഴിഞ്ഞു. ഇനി സമൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങമാസം. സംക്രമത്തിൽ പുഴാതി തെരുവിൽ ആചാരപ്പെരുമ നിലനിർത്തുന്ന പുറംകാലൻ തെയ്യം കെട്ടിയാടി. നാനാജനങ്ങളുടെ വ്യാധി തീർക്കുന്നു എന്ന വിശ്വാസത്താൽ തെയ്യം വിവിധ വീടുകളിൽ കയറിയിറങ്ങി. വ്യാധി അകറ്റുന്ന തെയ്യരൂപത്തെ ഇന്നും സന്തോഷും അനുജൻ രാജേഷും കുടുംബങ്ങളുമാണ് നിലനിർത്തുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഞ്ചായത്തുകളിൽ നടത്തുന്ന കാലാവസ്ഥാ നിരീക്ഷണ പഠനത്തിന്റെ ഭാഗമായി കിഴുന്ന സൗത്ത് UP സ്കൂളിൽ മഴമാപിനി സ്ഥാപിച്ചു. സ്കൂൾ വികസന സമിതി അംഗം രവീന്ദ്രൻ കിഴുന്ന ഉദ്ഘാടനം ചെയ്തു. നോക്കിയിട്ട് അത്ര 6 അടുത്തുള്ളെങ്കിൽ 6 മില്ലിമീറ്റർ പിന്നെ മഴ പെയ്യുന്നത് 6 മില്ലിലിറ്റർ. ഇനി ഇതിനകത്ത് നിറഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ബാക്കി ഇതിനകത്ത് ഒഴുകുന്നുണ്ടെങ്കിൽ ഈ 16 വരെ അളക്കുക, വീണ്ടും അളക്കുക, അതിൻ്റെ കൂട്ടുക. 16 എട്ടുമെങ്കിൽ 24, അങ്ങനെ 2 ബാക്കി നിറഞ്ഞിട്ട് ഒഴുകാനാണ് ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ സിലിണ്ടർ. ഇതാണ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ 8:15 മുതൽ പിറ്റേന്ന് 8:15 വരെയുള്ള എടുക്കണമെന്ന് സ്ഥിരഗതി ഉണ്ടാവണം. പ്രധാന അധ്യാപിക ബിന്ദു ആർ അധ്യക്ഷത വഹിച്ചു. ജനു ആയിച്ചാൻകണ്ടി പരിശീലനം നൽകി. MS ആനന്ദ്, സതീഷ് ശ്രീമന്ദിരം, PTA പ്രസിഡന്റ് സന്ധ്യ ഷാജി, മദർ PTA പ്രസിഡന്റ് KV മുനീറ, KP ആതിര ബാബു, അനഘ അനിൽകുമാർ, K സുധീർ ബാബു എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മരക്കാർകണ്ടി യുവജന വായനശാല പരിസരത്ത് മഴമാപിനി സ്ഥാപിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ സയ്യിദ് സിയാദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജനു ആയിച്ചാൻകണ്ടി അധ്യക്ഷത വഹിച്ചു. EK സിറാജ്, സതീശൻ കസ്തൂരി, നിസാറുൽ ഹസീനെ, ആസിയ BVS എന്നിവർ സംസാരിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഓണം മേള 2024 ഭാഗമായി കണ്ണൂർ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് അങ്കണത്തിൽ ആരംഭിക്കുന്ന ഗ്രാമ വ്യവസായ യൂണിറ്റുകളുടെ വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നടന്നു. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ KV രാജേഷ് നിർവഹിച്ചു. ഓണം മേള സമ്മാന കൂപ്പൺ ആദ്യഘട്ട നറുക്കെടുപ്പും നടന്നു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഓണം മേള 2024 ഭാഗമായാണ് കണ്ണൂർ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് അങ്കണത്തിൽ ഗ്രാമ വ്യവസായ യൂണിറ്റുകളുടെ വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നടന്നത്. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ KV രാജേഷാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഓണം മേള സമ്മാന കൂപ്പൺ ആദ്യഘട്ട നറുക്കെടുപ്പും ചടങ്ങിൽ നടന്നു. സെപ്റ്റംബർ 14 വരെയാണ് ഇത്തവണത്തെ ഓണം ഖാദി മേള നടക്കുക. ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റും സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ചുരിദാർ ടോപ്പുകൾ, കുഞ്ഞുടുപ്പുകൾ, വിവാഹ വസ്ത്രങ്ങൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, സിൽക്ക് സാരികൾ, ധോത്തികൾ, മെത്തകൾ, തേൻ ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന ഖാദി വസ്ത്രങ്ങളും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളും മേളയിൽ വിപണനം ചെയ്യും. പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ അധ്യക്ഷത വഹിച്ചു. V ഷിബു, KV ഫാറൂഖ്, ദീപേഷ് നാരായണൻ, അരക്കൻ പ്രമോദ്, PK സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഫിർ പ്രയോഗം പ്രതികരിച്ച് EP ജയരാജൻ. ലതിക പോസ്റ്റ് ഷെയർ ചെയ്തതിൽ തെറ്റില്ല. KK ശൈലജയുടെ വാദം അവരോട് തന്നെ ചോദിക്കണമെന്നും EP.
വഴിയോര കച്ചവടക്കാരെ ജീവിക്കാൻ അനുവദിക്കണം. കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച്. കേരള പ്രദേശ് വഴിയോര വ്യാപാരി തൊഴിലാളി കോൺഗ്രസ് INTUC-യുടെ നേതൃത്വത്തിൽ. കാഞ്ഞിരോട് കുടിക്കുമൊട്ടയിൽ തീപിടിച്ചത് RCM വണ്ടർ വേൾഡിൽ. തീ പടർന്നത് കത്തിച്ചുവെച്ച ചന്ദനത്തിരിയിൽ നിന്നെന്ന് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കുടുക്കിമൊട്ടയിലെ RCM വണ്ടർ വേൾഡിൽ തീപിടുത്തം. ചക്കരക്കൽ പോലീസും കണ്ണൂരിൽ നിന്ന് ഫയർഫോഴ്സും എത്തി തീയണച്ചു. കത്തിച്ചുവെച്ച ചന്ദനത്തിരിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് അനുമാനം. കാര്യമായ നാശനഷ്ടങ്ങൾ ഇല്ല. കടയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ ഉടമയെ വിവരം അറിയിക്കുകയായിരുന്നു. രാവിലെ കട തുറന്നതിന് ശേഷം സാധനങ്ങൾ വാങ്ങാൻ ഡിപ്പോയിലേക്ക് പോയതാണെന്നും തീപിടിക്കാനുണ്ടായ കാരണം അറിയില്ലെന്നും ഉടമ MO ഗണേശൻ പറഞ്ഞു. രാവിലെ കട തുറന്നിട്ട് ഞാൻ പോയത്, അടിച്ചു വാരിയിട്ടെല്ലാം റെഡിയാക്കിയിട്ട് പോയതാണ്. അതിനുശേഷം സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് പോയതാണ്. കമ്പനിയിലേക്ക് പോയി ആടെ എത്തിയ സമയത്താണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവരെല്ലാം നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും കയറാൻ കഴിയുന്നില്ല. അതാണ് വിഷയം ഉണ്ടായത്. അതിനുശേഷം ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. പവർ പോയിട്ടില്ല, എല്ലാം ക്ലാസ്സിനുള്ളിലെ ഒന്നും ആയിട്ടില്ല. എന്നാലും എന്തായാലും 55,000 രൂപേൻ്റെ സാധനം പോയിട്ടുണ്ട്. കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല. 25,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. RCM ഉൽപ്പന്നങ്ങളായ ഫുഡ് പ്രൊഡക്ട്സും മറ്റുമാണ് കടയിലുണ്ടായിരുന്നത്. ലീഡിംഗ് ഫയർ ഓഫീസർ R പ്രസേന്ദ്രൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഹരിനാരായണൻ, ഫയർ വുമൺ ജോസ്ന, ഫയർമാൻമാരായ M അനീഷ്, GS അനൂപ്, പോലീസ് ഓഫീസർമാരായ SI ബിജുമോൻ, ASI സുമേഷ് തുടങ്ങിയവരും തീ അണക്കുന്നതിന് നേതൃത്വം നൽകി. സിറ്റി ചാനൽ സംപ്രേഷണം ചെയ്ത രാമായണ പാരായണത്തിൽ പങ്കുചേർന്നവർക്ക് ആദരം. തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഭക്തി സംവൃദ്ധിനി യോഗം സെക്രട്ടറി KP വിനോദ് കുമാറും സിറ്റി ചാനൽ ഡയറക്ടർമാരും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. വർഷങ്ങളായി രാമായണ മാസം ആരംഭം മുതൽ സിറ്റി ചാനലിൽ രാമായണ പാരായണം നടന്നു വരുന്നുണ്ട്. ഈയൊരു ഉദ്യമത്തിൽ ഇത്തവണ നേരിട്ടും അല്ലാതെയും പങ്കെടുത്തവർക്കുള്ള ആദരവാണ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തിയത്.
കർക്കിടക മാസത്തെ രാമായണ പാരായണം കഴിഞ്ഞിട്ട് നമ്മളൊപ്പരം അന്നോട്ട് ഇന്ന് വരെ നമ്മളൊപ്പം സഹകരിച്ച ഈ 5 ആളാണ്. അപ്പോൾ ഈ 5 ആൾക്ക് സിറ്റി ചാനലിൻ്റെ വക ഒരു ഇത് മെമ്മോണ്ടോ കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ച സിറ്റി ചാനലിലെ ഡയറക്ടർമാർ ഇവിടെയുണ്ട്. അപ്പോൾ തളപ്പമ്പലത്തിലെ സെക്രട്ടറീനെ ക്ഷണിച്ചുകൊള്ളുന്നു. രാമായണ മാസത്തിൽ ഇവിടെ രാമായണ പാരായണം ചെയ്ത് എല്ലാവരും നമ്മുടെ ഇത് കണ്ട് ഈ പരിപാടി സിറ്റി ചാനലിലുള്ള സംപ്രേഷണം വഴി എല്ലാവരും കണ്ട് അറിഞ്ഞിട്ടുണ്ടാവും. ഈ ആദരിക്കുന്നവരെ അടുത്ത തവണ ഇനി ആദരിക്കുവാൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ കുടുംബാംഗങ്ങളെയും കൂടി സംഘടിപ്പിച്ച് നല്ലൊരു പരിപാടി നല്ല മോടി കൂട്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവർക്കെല്ലാവർക്കും ശ്രീ ഭക്തി സമൃദ്ധി യോഗത്തിൻ്റെ പേരിൽ ആശംസകളും അറിയിക്കുന്നു. തുടക്കം മുതൽ രാമായണ പാരായണത്തിനായി എത്തിയ മട്ടന്നൂരിലെ ജീജ മുകുന്ദൻ വൈദ്യർ, മൊള്ളോളത്തെ രാജേശ്വരി, എളയാവൂരിലെ രഞ്ജിനി രാമകൃഷ്ണൻ, കണ്ണോത്തുംചാലിലെ സീതാലക്ഷ്മി, എടച്ചൊവ്വയിലെ ശോഭ എം എന്നിവർക്കാണ് ആദരവ് നൽകിയത്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സ്വദേശിയാണ്. ഞാൻ ആയുർവേദ പാരമ്പര്യ വൈദ്യ കൂടിയാണ്. ഏകദേശം 26 വർഷമായി ഈ ഫീൽഡിൽ പ്രവർത്തിച്ചു വരുന്നത്. മിക്ക ക്ഷേത്രങ്ങളിലും ദേവി ഭാഗവതവും സപ്താഹങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം സിറ്റി ചാനലിൻ്റെ ആൾക്കാർ വന്നു, അവിടെ പാരായണം ചെയ്തു. ഇവിടെയുള്ള ക്ഷേത്ര ഭാരവാഹികൾക്കും ഈ അനുമോദനം തന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ രാജേശ്വരി, അഴീക്കോട് മൊളോളം ശിവക്ഷേത്രത്തിനടുത്താണ്. പിന്നെ നാരായണീയം പാരായണം ഉണ്ട്. ഞങ്ങൾക്ക് ഒരു സമിതിയുണ്ട്, 10-20 പേരുള്ളൊരു സമിതിയുണ്ട്, അക്ഷരി നാരായണീയ സമിതി. പല അമ്പലങ്ങളിലും അധികം എല്ലാ ഗുരുവായൂരും അവിടെയെല്ലാം പോയിട്ട് നാരായണീയം വായിക്കലുണ്ട്. രാമായണം ഞങ്ങൾ 10-22 വർഷമായി അഖണ്ഡ രാമായണ പാരായണവും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർഷം കർക്കിടക മാസം ഇങ്ങനെ സിറ്റി ചാനലിൽ വായിക്കാൻ കിട്ടിയൊരവസരം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. എൻ്റെ പേര് രഞ്ജിനി. ഞാൻ എളയാവൂർ അമ്പലത്തിൻ്റെ അടുത്ത് താമസിക്കുന്നു. അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ പങ്കാളിയാവാറുണ്ട്. ഞങ്ങൾ ഒരു ഭജന ട്രൂപ്പ് 5-8 വർഷമായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നാരായണീയം ഓൺലൈൻ ക്ലാസ് പഠനം നടക്കുന്നുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഖണ്ഡ പാരായണങ്ങളിൽ ഒരു പങ്കാളിയാവാറുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സിറ്റി ചാനലിൻ്റെ ഒരു രാമായണ പാരായണത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത്. അതിൽ പ്രതിഭനോടും ബിജുവിനോടും ഒരുപാട് നന്ദി. എൻ്റെ പേര് സീതാലക്ഷ്മി. കണ്ണോത്തുംചാല് ചൊവ്വ മാതൃസമിതിയിലെ അംഗമാണ്. പിള്ളേർകോവിലും മാണിക്യ ക്ഷേത്രത്തിലും എല്ലാം കുറേ കാലമായി പ്രവർത്തിച്ചു വരുന്നു. പിന്നെ 7-8 വർഷമായി ഗുരുനാഥ രാജേഷ് ആചാര്യൻ്റെ കീഴിൽ അഗ്നിഹോത്രവും എല്ലാം പഠിച്ച് വന്ന് എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അഖണ്ഡപാരായണം, നാരായണീയം അവയെല്ലാം ചൊല്ലാൻ പോകുന്നുണ്ട്. അതിനിടയിലാണ് സിറ്റി ചാനലിൻ്റെ വിജേഷ് വന്ന് വിളിച്ചത്. അതൊരു ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ആ ചാനലിൻ്റെ കൂട്ടർക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സിറ്റി ചാനലിന്റെ ഡയറക്ടർമാരായ സജീവ് പി ടി, സജീവൻ കെ, ആനന്ദ് പി ടി, പ്രദീപൻ സി, അസ്ലം മടത്തിൽ എന്നിവരും ക്ഷേത്രം സെക്രട്ടറി കെ പി വിനോദ് കുമാറും ചേർന്നാണ് പൊന്നാടയണിയിച്ച് ഉപഹാരം കൈമാറിയത്. ചടങ്ങിൽ തളാപ്പ് ഭക്തി സംവർദ്ധനി യോഗം ഡയറക്ടർ കെ ഇ പ്രശാന്തൻ, വിനീഷ്, രഞ്ജിത്ത്, രാജേഷ് പി വി, ഷൽന, ബിജേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. രാമായണ പാരായണത്തിനായി ക്യാമറ ബിജേഷ് എളയാവൂരും എഡിറ്റിംഗ് അജിത് ശങ്കറും ഓൺലൈൻ പ്രമോഷൻ സായുജ് ചന്ദ്രനുമാണ് നിർവഹിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ബഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ, മുണ്ടേരി ബഡ് സ്കൂൾ, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ രക്ഷാകർതൃ ബോധവൽക്കരണ സെമിനാർ മുണ്ടേരി ബഡ് സ്കൂളിൽ വെച്ച് നടന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം അനീഷ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫീസും ഈടാക്കാതെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു സൗകര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ കൃത്യമായിട്ട് നിർവഹിക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മേഖലയിലും അതിന്റെ ഭാഗമായിട്ടൊക്കെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം നൽകുന്ന വാർത്തയാണ്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ തുടർന്ന് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യും. അതുപോലെ തന്നെ ബസ് സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് എന്നും നല്ല രീതിയിൽ നല്ലൊരു
അവരൊരു അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന രീതിയിൽ ഷബിൻ അവരോട് കൂടൊപ്പം ഉണ്ട് എന്നുള്ളത് സ്കൂളിന്റെ ആ ഒരു വണ്ടി എടുക്കുന്ന ആള് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി ബഡ്സ് സ്കൂൾ അധ്യാപിക PV ഷീജ സ്വാഗതം പറഞ്ഞു. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ യൗവനകാലത്തെ വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ പ്രശസ്ത സൈക്കോളജിസ്റ്റ് M നിഖിൽ ക്ലാസ് എടുത്തു. നിങ്ങൾ നിൽക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന വാല്യൂ ആണ്. അതിനെന്താ ഒരു സ്പെഷ്യൽ കയ്യടി. ആ കയ്യടി നിങ്ങൾ തന്നെ എടുക്കണം കേട്ടോ. അത് പോകുമ്പോൾ മറ്റുള്ളവരുടെ പരിഹാസം അല്ലെങ്കിൽ ഇവൻ അവിടെ പോയി എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കേണ്ട അവസ്ഥ, അതിനേക്കാളൊക്കെ ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പം സമാനമായ ഒരു കുട്ടിയുടെ പേരന്റ് എന്നോട് പറഞ്ഞതാ, അവർക്ക് ഭംഗിയിലൊന്ന് അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആളുകൾ പറയുന്ന ചോദ്യം എന്താണെന്നറിയോ, ഇത്രയും പ്രശ്നങ്ങൾ അവളുടെ വീട്ടിലുണ്ടായിട്ട് അവള് പോകുന്ന കോലം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അണിഞ്ഞൊരുങ്ങിയിട്ട് അവള് പോകുന്നതെന്ന് നമ്മുടെ ആളുകളുടെ ഒരു മാനസികാവസ്ഥയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഓൾറെഡി സങ്കടങ്ങളിലൂടെ പോകുന്ന ഒരു അമ്മയ്ക്ക് അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ അത്രയും സങ്കടങ്ങൾ ഉണ്ടായിട്ടും അതിങ്ങനെ കരഞ്ഞ് തീർത്ത് അവസാനം ഇപ്പൊ കരച്ചിലൊക്കെ പറ്റി, ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം, മുന്നോട്ട് ഇനി എങ്ങനെ പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളുകൾ നിങ്ങൾ ആണോ അല്ലയോ? ഹോമിയോ ഡോക്ടർ D വിനി, വാർഡ് മെമ്പർമാരായ P ബാലൻ, EK ചാന്ദിനി, P ശ്യാമള, C ലത, T രവീന്ദ്രൻ, M ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത മജീഷ്യൻ പ്രശാന്ത് വേങ്ങാടിന്റെ മാജിക് ഷോയും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഓണം വിപണന മേളയ്ക്ക് ഒരുങ്ങി ഹാൻഡ്വീവ്. കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് 20% സർക്കാർ റിബേറ്റും തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് 10% മുതൽ 70% വരെ പ്രത്യേക റിബേറ്റും ഏർപ്പെടുത്തിയതായി ഹാൻഡ്വീവ് ചെയർമാൻ TK ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു. ഓഗസ്റ്റ് 23 മുതൽ സെപ്റ്റംബർ 14 വരെയാണ് സർക്കാരിന്റെ 20% റിബേറ്റിനോടൊപ്പം തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക കിഴിവും നൽകുക. ഹാൻഡ്വീവിന്റെ നിലവിലെ 40 ഷോറൂമുകൾക്ക് പുറമെ 3 റീജിയനുകളായി 10 എക്സിബിഷനുകളും വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വിപണന മേളകളും ഈ ഓണത്തിന് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ റിബേറ്റ് ലഭിക്കും. ഗുണമേന്മയാർന്ന കൈത്തറി ഉൽപ്പന്നങ്ങളായ മുണ്ട്, സാരി, സെറ്റ് മുണ്ട്, ബെഡ്ഷീറ്റ്, ടവലുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ എന്നിവയാണ് ഹാൻഡ്വീവിന്റെ മുൻനിര ഉൽപ്പന്ന ശ്രേണി. കൂടാതെ കേരള ദിനേശുമായി സംയോജിച്ച് റെഡിമെയ്ഡ് ഷർട്ടുകളും ഇത്തവണ ഓണം വിപണനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് ഹാൻഡ്വീവിന്റെ മുഖ്യ ആകർഷണം. കൈത്തറി എന്ന ശ്രേഷ്ഠ വസ്ത്രസങ്കല്പം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സർക്കാർ ആഹ്വാനം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഗുണമേന്മയാർന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഹാൻഡ്വീവ് ഒരുക്കുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു. 10 അതായത് 40 ഷോറൂമിന് പുറമെ 10 എക്സിബിഷനുകളും നടത്തുന്നുണ്ട്. ഈ സമയത്ത് സർക്കാർ റിബേറ്റ് കൊടുക്കുന്നുണ്ട്, 20% റിബേറ്റ്. ആ റിബേറ്റ് തീയതി എത്ര തീയതി? 23 മുതൽ, അതായത് ഓണം വരെ, 23 മുതൽ ഓണം തീയതി വരെ 20% റിബേറ്റ് ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈത്തറി വികസന കോർപ്പറേഷനും 10% 70% വരെ, 50-70% വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് ചില പ്രത്യേക ഐറ്റത്തിനാണ്, ചില പ്രത്യേക ഇനത്തിന് 50% മുതൽ 70% ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. അത് കുറച്ചൊക്കെ പഴയ സ്ഥാപനമായിരിക്കും, പക്ഷേ അത് നല്ല സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഹാൻഡ്വീവ് ചെയർമാൻ TK ഗോവിന്ദൻ മാസ്റ്റർ, മാനേജിംഗ് ഡയറക്ടർ അരുണാചലം സുകുമാർ, കമ്പനി സെക്രട്ടറി അരുൺ അഗസ്റ്റിൻ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുനിൽ മാത്യു, മാർക്കറ്റിംഗ് മാനേജർ OK സുദീപ്, പ്രൊഡക്ഷൻ മാനേജർ ഇൻചാർജ് V ഷാജി, കണ്ണൂർ റീജിയണൽ മാനേജർ ഇൻചാർജ് TK സലീം എന്നിവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ മധുര വിതരണം. പുതിയ തെരുവിലെ ഓട്ടോ ഡ്രൈവർമാരാണ് സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് പായസ വിതരണം നടത്തിയത്. ഓട്ടോ ഡ്രൈവർമാരായ മധു, ജ്യോതിഷ്, പ്രദീപൻ, മഹേഷ് എന്നിവരാണ് മധുര വിതരണത്തിന് നേതൃത്വം നൽകിയത്. ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ രീതിയിലായിരുന്നു ആഘോഷിച്ചത്. സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും പതാക ഉയർത്തലും കലാപരിപാടികളും നടന്നു. കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെന്നും ഇത് കാരണം നെയ്ത്തുകാർക്കും ജീവനക്കാർക്കുമുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും യഥാസമയം നൽകുവാൻ സാധിച്ചിട്ടില്ലെന്നും ചെയർമാൻ TK ഗോവിന്ദൻ മാസ്റ്റർ. ഈ സാഹചര്യത്തിലും വയനാട് ദുരന്ത ഭൂമിയിലേക്ക് 4 ലക്ഷം രൂപ വരുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ ഹാൻഡ്വീവ് സഹായമായി നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഓണം മേളയോടനുബന്ധിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു TK ഗോവിന്ദൻ മാസ്റ്റർ.
നിയമപ്രകാരം സമയബന്ധിതമായി ഒടുക്കേണ്ട പ്രോവിഡന്റ് ഫണ്ട് തുക, സ്രോതസ്സിൽ നിന്ന് കിഴിവ് ചെയ്യപ്പെട്ട നികുതികൾ, വിരമിച്ച ജീവനക്കാരുടെ ക്ഷാമബത്ത, സറണ്ടർ തുക എന്നിവ ഒടുക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ സർക്കാരിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടേണ്ട തുകകൾ ലഭിക്കുന്നതിൽ ദീർഘമായ കാലതാമസം നേരിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹാൻവീവിന്റെ നിലവിലുള്ള പ്രവർത്തന മൂലധനത്തിന്റെ അഭാവം പരിഹരിക്കുന്നതിനായി കേരള ബാങ്കിൽ നിന്നും 8 കോടി രൂപയുടെ ധനസഹായം ലഭിക്കുന്നതിനായി സർക്കാർ ഗ്യാരണ്ടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. വായ്പ ലഭ്യമായാൽ ഹാൻവീവിന്റെ നിലവിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സാധ്യമാകുമെന്നും ചെയർമാൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. തൊഴിൽ കൊടുക്കുക എന്നുള്ളതും കൈത്തറി വികസന കോർപ്പറേഷൻ്റെ ലക്ഷ്യമാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങളും മറ്റ് തുണിത്തരങ്ങളും നമ്മൾ വിൽപ്പന നടത്തുക എന്നുള്ളതാണ് നമ്മൾ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ഞങ്ങളൊരു 5 കോടി രൂപയുടെ വിൽപ്പന ഈ ഓണത്തോടനുബന്ധിച്ച് നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണ 3.25 കോടി രൂപയുടെ ഉൽപ്പാദനം വിപണനം കഴിഞ്ഞ തവണ നടത്തിയിട്ടുണ്ട് ഓണത്തിൻ്റെ സമയത്ത്. ഇത്തവണ 5 കോടി രൂപയുടെ വിപണനം നടക്കാൻ വേണ്ടി കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം GSTയുടെ വിഷയമാണ്. ഇപ്പോൾ ഖാദിക്ക് GST ഇല്ല, എന്നാൽ കൈത്തറിക്ക് GST ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈത്തറിക്ക് GST കൊടുക്കുമ്പോൾ നമ്മൾ ആ തുണിക്ക് നമ്മൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൈത്തറി തുണിത്തരങ്ങൾക്ക് വില കൂടുതലാണ്. അതിന് GSTയും കൂടെ ചേരുമ്പോൾ വലിയ വില ഉപഭോക്താക്കൾക്ക് നൽകേണ്ടി വരുന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റുകളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് നമ്മൾ ഈ GSTയിൽ നിന്നും കൈത്തറി ഒഴിവാക്കണം. ഈ സാഹചര്യത്തിലും വയനാട് ദുരന്ത ഭൂമിയിലേക്ക് 4 ലക്ഷം രൂപ വരുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ ഹാൻവീവ് സഹായമായി നൽകിയിട്ടുണ്ട്. കൂടാതെ ജീവനക്കാർ 2 ദിവസത്തെ വേതനം സഹായധനമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ അരുണാചലം സുകുമാർ, കമ്പനി സെക്രട്ടറി അരുൺ അഗസ്റ്റിൻ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുനിൽ മാത്യു, മാർക്കറ്റിംഗ് മാനേജർ OK സുദീപ്, പ്രൊഡക്ഷൻ മാനേജർ ഇൻചാർജ് V ഷാജി, കണ്ണൂർ റീജിയണൽ മാനേജർ ഇൻചാർജ് TK സലീം എന്നിവർ പങ്കെടുത്തു. തളിപ്പറമ്പിൽ MDMAയും കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. 3 ഗ്രാം കഞ്ചാവും 100 മില്ലിഗ്രാം MDMAയുമായി ഉണ്ടപ്പറമ്പിന് സമീപത്തെ ആനപ്പൻ ഹൌസിൽ മുഹമ്മദ് മുഫാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തളിപ്പറമ്പ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജീവൻ പച്ചക്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. സിന്തറ്റിക് മയക്കുമരുന്നായ MDMAയും കഞ്ചാവുമായാണ് യുവാവ് തളിപ്പറമ്പ് എക്സൈസിന്റെ പിടിയിലായത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തളിപ്പറമ്പ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജീവൻ പച്ചക്കോട്ടത്തലിന്റെ നേതൃത്വത്തിൽ റേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പട്രോളിംഗിനിടെയാണ് തളിപ്പറമ്പ് കോട്ടക്കുന്ന് വെച്ച് 3 ഗ്രാം കഞ്ചാവും 100 മില്ലിഗ്രാം MDMAയുമായി ഉണ്ടപ്പറമ്പിന് സമീപത്തെ ആനപ്പൻ ഹൌസിൽ മുഹമ്മദ് മുഫാസിനെ അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K രാജേഷ്, പ്രിവന്റീവ് ഓഫീസർ ഉല്ലാസ് ജോസ്, സിവിൽ എക്സൈസ് ഓഫീസർ TV വിജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ CV അനിൽകുമാർ എന്നിവരും ഇയാളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 6565, പവന് 52,520 രൂപ, വെള്ളി 88 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഫിർ പ്രയോഗം പ്രതികരിച്ച് EP ജയരാജൻ. ലതിക പോസ്റ്റ് ഷെയർ ചെയ്തതിൽ തെറ്റില്ല. KK ശൈലജയുടെ വാദം അവരോട് തന്നെ ചോദിക്കണമെന്നും EP. വഴിയോര കച്ചവടക്കാരെ ജീവിക്കാൻ അനുവദിക്കണം. കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച്. കേരള പ്രദേശ് വഴിയോര വ്യാപാരി തൊഴിലാളി കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിൽ. കാഞ്ഞിരോട് കുടിക്കുമൊട്ടയിൽ തീപിടിച്ചത് RCM വണ്ടർ വേൾഡിൽ. തീ പടർന്നത് കത്തിച്ചുവെച്ച ചന്ദനത്തിരിയിൽ നിന്നെന്ന് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.